പാലക്കാട് മൂലത്തറയിൽ നിന്ന് വെള്ളം തുറന്നു വിടാത്തതിനെതിരെ കർഷകരുടെ സമരം. മൂലത്തറ റെഗുലേറ്റർ ഉപരോധിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധം. ഇരുത്തിയാമ്പതി മേഖലയിൽ വെള്ളം ലഭിക്കുന്നില്ല എന്നതാണ് നാട്ടുകാരുടെ പരാതി. കർഷകരുടെ ഒരു പ്രതിഷേധം നടക്കുകയാണ്. ഇവർക്ക് ആവശ്യത്തിനുള്ള വെള്ളം കിട്ടുന്നില്ല, ഇരുത്തിയമ്പതി മേഖലയിൽ വെള്ളം കിട്ടുന്നില്ല എന്നുള്ള ആരോപിച്ചുകൊണ്ടാണ് പ്രതിഷേധം നടക്കുന്നത്. ചിറ്റൂർ മേഖലയിൽ ലഭിക്കുന്നുണ്ട്, അതിന് സമാനമായ രീതിയിൽ ഇരുത്തിയമ്പതി മേഖലയിലും വെള്ളം ലഭിക്കണമെന്നുള്ളതാണ് ആവശ്യം. എന്തൊക്കെയാണ് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്? ഞങ്ങൾ ഈ മൂലത്തറ റെഗുലേറ്ററിൽ നിന്നും പറമ്പിക്കുളർ ആളിയാരത്തിൽ നിന്നും കരാർ പ്രകാരം കിട്ടുന്ന വെള്ളത്തിന് ഈ റെഗുലേറ്ററിൽ നിന്നും വലതുകര ഇടതുകര കനാലിലേക്ക് വീതിച്ചു കൊടുക്കേണ്ട ചുമതലയാണ് ഇവിടെയുള്ള നിലവിലുള്ളത്. ഇത് കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായിട്ട് അവർ കൃത്യമായിട്ട് വീതിച്ച് നൽകുന്നില്ല. അതിന് നമ്മൾ കൃത്യമായിട്ടുള്ള രേഖകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. മുൻകാലങ്ങളിലൊക്കെ 250 ദിവസം 280 ദിവസം വരെ വെള്ളം കൊടുത്തിട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നു വലതുകര കനാലിൽ. ഇപ്പം നിലവിൽ ആകെ 15 ദിവസം 20 ദിവസമാണ് ഒരു കൊല്ലത്തിൽ വെള്ളം കൊടുത്തു കൊണ്ടുപോകുന്നത്. ഇതിന് പല കാരണങ്ങളും പറഞ്ഞുകൊണ്ട് അവിടെ ഞങ്ങൾ അവഗണിക്കുകയാണ്. അവർ കുറേ കാലം പറയണത് ഞങ്ങൾ കുടിവെള്ളത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നിലവിൽ ഇന്നും ഞങ്ങൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് സംസാരിച്ചപ്പോൾ ആ പുള്ളിക്കാരൻ പറയണത് ആ ചെക്ക് ഡാമിലൊക്കെ വെള്ളം ഉണ്ടല്ലോ. ഈ ചെക്ക് ഡാമും ഈ മൂലത്തറ റെഗുലേറ്ററിൽ നിന്ന് ഞങ്ങളെ ഇടപെട്ട പകുതിയിൽപ്പെട്ട കർഷകരാണ്. ചെക്ക് ഡാമിൽ ഏകദേശം ഇവിടെ നിന്ന് 17-18 കിലോമീറ്ററോളമാണ് ചെക്ക് ഡാം കിടക്കുന്നത്. അവിടെ കിടക്കുന്ന വെള്ളം ഈ ഇടയിൽ കിടക്കുന്ന 15 കിലോമീറ്ററിൽ ഇടയിൽ കിടക്കുന്ന കർഷകർക്ക് വെള്ളം കിട്ടുന്നില്ല. കൃത്യമായിട്ടുള്ള വെള്ളം ഇല്ലാതുകൊണ്ട് ഞങ്ങൾ കിണറും ബോർവെല്ലും എല്ലാം ഇപ്പോൾ നിലവിൽ വറ്റിക്കിടക്കുകയാണ്. കുളങ്ങളൊക്കെ വരണ്ട് കിടക്കുകയാണ്. ഇപ്പോൾ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നിട്ട് 400 MCFT വെള്ളം കിട്ടിയിട്ട് പോലും ഞങ്ങളതിന് ഒരു 100 MCFT ഞങ്ങൾക്ക് വീഴ്ച തരാൻ ഞങ്ങൾ ഒരു 20 ദിവസമായിട്ട് ഞങ്ങൾ അവകാശപ്പെട്ടുകൊണ്ട് നടക്കുകയാണ്. ഇപ്പം നിലവിൽ ഇന്ന് പോലും അതിൽ കൃത്യമായിട്ടുള്ള ഒരു മറുപടി തരാതെ കൊണ്ട് ഞങ്ങളുടെ കൃഷിയൊക്കെ ഉണങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം ലഭിച്ചില്ലെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ പ്രതിഷേധം? നമ്മൾ എന്തായാലും വെള്ളം കിട്ടാതെ കൃഷി മരിക്കുമ്പോൾ ഞങ്ങൾ അവിടെ കൃഷി നോക്കിയിട്ട് അവിടെ ഇരിക്കാൻ പറ്റില്ല. വിളകളൊക്കെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉണങ്ങിയിട്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ അവിടെ കൃഷിഭൂമി ഇരുന്ന് ഞങ്ങൾക്ക് നോക്കി നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. അതാണ് ഞങ്ങളുടെ വിഷയം. അതുമല്ലാതെ ഞങ്ങൾ കൃത്യമായിട്ട് കഴിഞ്ഞ 3 കൊല്ലമായിട്ട് ഞങ്ങൾ PSC അംഗം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാലും അവർ കൃത്യമായിട്ട് PSC അംഗം അവിടെ നിർവഹിക്കാതെ അവിടെ ഞങ്ങൾ അവഗണിച്ച് വരികയാണ്. ആ PSC അംഗത്തിൽ പോലും ഞങ്ങളുടെ ഒരു അംഗമില്ലാതെ അവർ തീരുമാനമെടുത്ത് ആ തീരുമാനത്തെയാണ് നടപ്പിലാക്കി വരുന്നത്. അത് എന്തായാലും അത് ഞങ്ങൾ വൻ പ്രതിഷേധം ആരോപിക്കുകയാണ്. എന്താ പറയുക, ഒരു കമ്മിറ്റിയിൽ ഒരു ഭാഗത്തുള്ള അംഗങ്ങൾ മാത്രം വെച്ചുകൊണ്ട് തീരുമാനമെടുത്ത് അത് നടപ്പിലാക്കണമെന്ന് പറഞ്ഞത് അത് ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്ത ഒരു വിഷയമാണ്. പ്രതിഷേധവുമായി തന്നെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് അവർ അറിയിക്കുന്നത്. ഇനിയും അതായത് ഇന്ന് പ്രതിഷേധം പ്രതീകാത്മകമായി ഷട്ടർ തുറന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് ഉണ്ടായത്. മലകുറിശി മോഹനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.